ആർച്ച് ഇൻകമ്പാക്റ്റബിലിറ്റി. ഇൻകമ്പാക്റ്റബിലിറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡാണിത്, ആർച്ച് ഇൻകമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും പെട്ടെന്ന് പിടികിട്ടാറില്ല, കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് അറിയാം. എന്താണ് ആർച്ച്? അതായത് റീസസ് ഫാക്ടർ എന്ന് പറയും. ഇത് ചിലരുടെ ബോഡിയിൽ നെഗറ്റീവ് ആയിരിക്കും, ചിലരുടെ ബോഡിയിൽ പോസിറ്റീവ് ആവും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല, മനസ്സിലായോ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ അനുമാനത്തിലെത്തുന്നത്. ഇത് മെയിൻ ആയിട്ടൊരു വില്ലനായിട്ട് മാറുന്നത് പ്രഗ്നൻസിയുടെ സമയത്താണ്. അപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ബ്ലഡ് ആർച്ച് നെഗറ്റീവാണ്, അതായത് റീസസ് ഫാക്ടർ നെഗറ്റീവാണ്, അമ്മയുടെ ബോഡിയിൽ ഇല്ല. പക്ഷെ ഫീറ്റസിന്റെ ബോഡിയിൽ ആർച്ച് പോസിറ്റീവാണ്, അതായത് ഫീറ്റസിന്റെ ആർച്ച് പോസിറ്റീവാണ്. ഇത് നമ്മൾ എങ്ങനെയാ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് നടത്തി നോക്കും. കോംസ് ടെസ്റ്റ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. കോപ്സ് ടെസ്റ്റ്. ഈ കോപ്സ് ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ നമ്മൾ അമ്മയുടെ ബ്ലഡ് ആണ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അമ്മയുടെ സെറത്തിനുള്ള ആർച്ച് പോസിറ്റീവിനെതിരായിട്ട് ആന്റിബഡി രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ ടെസ്റ്റിലൂടെ നോക്കുന്നത്. അതായത് ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആന്റിബഡി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അതുണ്ടെങ്കിൽ നമ്മൾ അനുമാനിക്കുകയാണ് കൊച്ചു പോസിറ്റീവാണ്. കാരണം അമ്മയുടെ ശരീരത്തിൽ സാധാരണ ഇതിന് ആന്റിബഡി ഉണ്ടാകേണ്ടതല്ല, കാരണം ആ കൊച്ചു പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആർച്ച് നെഗറ്റീവ് മദറിന് ആർച്ച് പോസിറ്റീവ് കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഡെലിവറിയുടെ സമയത്തൊക്കെ ആയിട്ട് ഈ ആർച്ച് ഫാക്ടറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരും. അമ്മയുടെ ബ്ലഡും കൊച്ചിന്റെ ബ്ലഡും നേരിട്ട് കോണ്ടാക്ട് വരും ഡെലിവറിയുടെ സമയത്ത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ശരീരത്തില് ഈ ആർച്ച് പോസിറ്റീവിനെതിരായിട്ട് ആന്റിബഡി ഉണ്ടാവും. ആന്റിബഡി അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവും. അമ്മയുടെ ബോഡിയിൽ ആന്റിബഡി ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര നാളില്ലായിരുന്നു, കാരണം നെഗറ്റീവ് ആയിരുന്നു. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഒരു ആന്റിബഡി ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം അമ്മയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ കൊച്ചുമായിട്ട് കോണ്ടാക്ട് വന്നപ്പം ആന്റിബഡി അമ്മയുടെ ബോഡിയിൽ ഉണ്ടായി. അപ്പം ഈ ആന്റിബഡി എന്ത് ചെയ്യുന്ന വീണ്ടും ഒരു പോസിറ്റീവ് ബേബി വന്നാൽ, ആർച്ച് പോസിറ്റീവ് ബേബി വന്നാൽ അതിനെ നശിപ്പിച്ചു കളയാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ആന്റിബഡി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ആദ്യത്തെ കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, കാരണം ലാസ്റ്റ് സ്റ്റേജിലാണ് ബ്ലഡുമായിട്ട് കോണ്ടാക്ട് വരുന്നത്, അന്നേരമാണ് ആന്റിബഡി ഫോം ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ കൊച്ചു വരുമ്പോൾ സെക്കൻഡ് ബേബിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ തന്നെയാണെങ്കിൽ പോസിറ്റീവായിട്ടാണ് കൊച്ചു വരുന്നതെങ്കിൽ കൊച്ചിന്റെ ഉള്ളിലെ ബ്ലഡിന്റെ ഡിസ്ട്രക്ഷൻ നടത്തണം. ഹീമോലൈറ്റിക് എന്ന് പറയും. ഡിസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഉണ്ടാവും കൊച്ചിന്റെ. അപ്പം കൊച്ചിന്റെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഇത് കയറിയിട്ട് കെർണിക്ടറസ് എന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗം ഉണ്ടാകും. അതായത് കൊച്ചിന്റെ ബ്രെയിനിനുള്ളിൽ ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനൽ പ്രഷർ കൂടിയിട്ട് എഡിമ ഉണ്ടാവും. അത് പിന്നീട് ഷോക്കായി സീസറായിട്ട് വരുമ്പോൾ കൊച്ചിന്റെ ബ്രെയിൻ ഡെത്ത് ആവുകയും ചെയ്യും. കൊച്ചിന്റെ ഡെത്തിലേക്ക് നടക്കും, കാരണം ഇൻട്രാക്രീനൽ പ്രഷർ ഉണ്ടായി, സീസർ ഉണ്ടായി, എഡിമ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് കെർണിക്ടറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കൊച്ചു മരിച്ചു പോകും, രണ്ടാമത്തെ കൊച്ചു. അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ച് 72 മണിക്കൂറിനുള്ളിൽ അമ്മയ്ക്ക്
എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൊടുക്കും. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്, ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഈ അമ്മയുടെ ശരീരത്തിൽ ആദ്യത്തെ കൊച്ചുണ്ടാകുമ്പോൾ ഉണ്ടായ ഈ ആന്റിബഡീനെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രോഗം അല്ലെങ്കിൽ ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കൊച്ച് സേഫ് ആണ്. അതിനെതിരെ അമ്മയുടെ ബോഡിയിൽ ആന്റിബഡി ഉണ്ടാക്കാത്തത് കൊണ്ട്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇതിനെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് ആ കൊച്ചിന് ഒരു കുഴപ്പവും പറ്റാതെ ഡെലിവറി ആവും, പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് രോഗം അല്ലെ ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന മെഡിസിൻ. ഇത് 72 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ഇനി ഈ കൊച്ച്, ഈ മദറ് ഡെലിവറി ആകാതെ അബോർഷൻ ആയിപ്പോയി എങ്കിലും നമ്മൾ ഈ അബോർഷൻ കഴിഞ്ഞ് ഈ മെഡിസിൻ കൊടുത്തിരിക്കണം. ആന്റി ഡി ഉണ്ടാകാതിരിക്കണം, ഒരു പ്രിക്കോഷൻ എടുക്കുക അടുത്ത കൊച്ചിനെ ബാധിക്കാതിരിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യവുമില്ല. രണ്ടാമത്തെ കൊച്ചിന് തീർച്ചയായിട്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. ഇതാണ് RH ഇൻകോമ്പാക്റ്റിബിലിറ്റി. താങ്ക് യു.